കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ, കൂടെ ഹൈപ്പും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിലെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് തയ്യാറാക്കാൻ കുറഞ്ഞ സമയം മതി കേട്ടോ. തേങ്ങയൊന്നും ചിരവി നമുക്ക് സമയം കളയണ്ട. അതിനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അല്പം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകും ജീരകവും ഒന്ന് പൊട്ടി ഒന്ന് മൂത്ത് നല്ലൊരു ഫ്ലേവർ വരില്ലേ, ആ സമയം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കൂടെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തു. ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം നൈസായിട്ട് കട്ട് ചെയ്തിട്ടു. പിന്നെ 2-3 വെളുത്തുള്ളി അല്ലി നൈസായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ. ചതച്ചിടണ്ട, ഇതേപോലെ ഒന്ന് എല്ലാം കത്തി വെച്ച് കട്ട് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന കറികളാണ്. പക്ഷേ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. തേങ്ങ ഒന്നും ചേർക്കണില്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുമോ. നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, കരിയണ്ട. ഇനി പഴുത്ത ഒരു തക്കാളി നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എണ്ണ വേണമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ടേസ്റ്റ് നമുക്ക് ഇതൊക്കെയല്ലേ ഇഷ്ടം, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റി കഴിക്കുമ്പോഴാണല്ലോ ഇഷ്ടം. അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴറ്റി വരണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി സവോളയും മസാലയൊക്കെ കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആയാലും മതി, ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. മുളകിൻ്റെ കുത്തൊന്നും വരണ്ട. അല്പം മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുളകിൻ്റെ ഫ്ലേവറൊന്നും അധികം വരണ്ട. ഒരല്പം ഗരം മസാലയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ എരിവിനുള്ളത് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടരുത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തു. നല്ലപോലെ വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ചട്ടിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും, പൊടി കരിയണ്ട കേട്ടോ. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി ഉള്ളിയിലേക്കൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം ഒരേപോലെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മൾ കൂടുതലങ്ങ് തിളപ്പിച്ച് വേവിക്കുന്നൊന്നുമില്ല. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി അതൊന്ന് റെഡിയാക്കി എടുക്കണം. നല്ലൊരല്പം കൂടി ഒഴിച്ചു കൊടുത്തു, അതാണ് കാണിച്ചത്. ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടലമാവാണ്. കടലമാവ് 2 സ്പൂൺ എടുത്ത് അല്പം വെള്ളത്തിലൊന്ന് കുറുക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അര ബൗളാണ് ഞാനിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ ഒഴിക്കണ്ട. പിന്നെ കറിയുടെ ഗ്രേവിയുടെ അനുസരിച്ച് അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. കൂടുതൽ വേണ്ടവർക്ക് ഇതിന് അളവ് കൂട്ടിയെടുത്താൽ മതി. ബൗളിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് കടലമാവെല്ലാം നന്നായിട്ടൊന്ന് കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തോ. ഇത്രയും ഗ്രേവി മതി, അതുകൊണ്ടാണ്. കൂടുതൽ ചേർക്കേണ്ടവർക്ക് അത്രയും ചേർക്കാം കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണേ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് കുറുകിയെടുക്കാം. പൊടിയല്ലേ, ഒന്ന് കുറുകി വരും. എന്നാൽ നല്ല കട്ടയൊന്നും ആവില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കണം. കുറച്ച് കറിവേപ്പിലയോ ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പോ എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കറി, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരുടെ അഭിപ്രായം പറയണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.